നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഓണവിപണിയിൽ ഉണർവ്, കുരുമുളക് മുന്നോട്ട്. തന്ത്രങ്ങൾ ഫലിക്കാതെ വന്നതോടെ വൻകിട വ്യവസായികളും അന്തർ സംസ്ഥാന വ്യാപാരികളും വിലയുയർത്തി കുരുമുളക് സംഭരിച്ചു. കുരുമുളകിന് വീണ്ടും വിലക്കയറ്റം. ഉത്സവ ആവശ്യങ്ങൾ മുന്നിൽ കണ്ട് കാർഷിക മേഖല ചരക്കിറക്കുമ്പോൾ കുറഞ്ഞ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ കൈക്കലാക്കാനുള്ള വടക്കേ ഇന്ത്യൻ വാങ്ങലുകാരുടെ തന്ത്രം വിജയിച്ചില്ല. ഉൽപാദകർ ചരക്ക് വിൽപ്പനയിൽ വരുത്തിയ നിയന്ത്രണങ്ങൾ ഇടപാടുകാരെ പ്രതിസന്ധിയിലാക്കി. ഏതാനും ആഴ്ചകളായി അന്തർ സംസ്ഥാന വ്യാപാരികൾ തണുപ്പൻ മനോഭാവം പുലർത്തി കുരുമുളക് വിലക്കയറ്റം തടയാൻ കിണഞ്ഞു ശ്രമിച്ചിരുന്നു. ഇതിനായി ചില കേന്ദ്രങ്ങളെ കയ്യിലെടുത്ത് ശ്രീലങ്ക വഴി വൻതോതിൽ ചരക്ക് ഉടൻ എത്തുമെന്ന് വരെ പ്രചരിപ്പിച്ച് ഉൽപാദന മേഖലയിൽ ആശങ്ക പരത്താനും നീക്കം നടത്തി. അതേസമയം വിപണി തിരിച്ചുവരവ് നടത്തുമെന്ന ഒറ്റ നിലപാടിൽ നിലകൊണ്ടത് കർഷകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. ഓണാവശ്യങ്ങൾക്കുള്ള പണത്തിനായി കാർഷിക മേഖല ഉയർന്ന വിലയ്ക്ക് വേണ്ടി പിടിച്ചു നിന്നതോടെ വാങ്ങലുകാർ കൊച്ചിയിൽ അൺഗാർബിൾഡ് കുരുമുളക് 68,800 രൂപയിൽ നിന്നും 69,500 രൂപയായി ഉയർത്തി ഗാർബിൾഡ് 71,500 രൂപയിൽ വ്യാപാരം നടന്നു. വിയറ്റ്നാമിൽ കയറ്റുമതി ഉയർന്നു. വിയറ്റ്നാമിൽ കുരുമുളക് വിൽപ്പനക്കാർ കുറവാണ്. വിളവെടുപ്പ് അവസാനിച്ചതോടെ വിപണികളിൽ ചരക്ക് വരവ് ചുരുങ്ങിയെങ്കിലും കയറ്റുമതിക്കാർ വിലയിൽ കാര്യമായി മാറ്റം വരുത്താതെ മുളക് സംഭരണ ശ്രമത്തിലാണ്. സാർവദേശീയ വിപണിയിൽ ടണ്ണിന് $6,200 വിയറ്റ്നാം മുളക് വില. ഇന്ത്യൻ $7,600, ഇന്തോനേഷ്യ $6,500, ബ്രസീൽ $6,000, മലേഷ്യ $9,300 ചരക്കിന് ആവശ്യപ്പെട്ടു. ഓഗസ്റ്റ് ആദ്യ പകുതിയിൽ വിയറ്റ്നാം 10,514 ടൺ കുരുമുളക് കയറ്റുമതി നടത്തി. ജൂലൈ ആദ്യ പകുതിയെ അപേക്ഷിച്ച് കയറ്റുമതി 7.5% വർദ്ധിച്ചു. അവർ ഏറ്റവും കൂടുതൽ കുരുമുളക് കയറ്റുമതി നടത്തിയത് ചൈനയിലേക്കാണ്. ഓഗസ്റ്റ് ആദ്യ പകുതിയിൽ ചൈന വിയറ്റ്നാമിൽ നിന്ന് ഇറക്കുമതി നടത്തിയത് 1,585 ടണ്ണാണ്. തൊട്ടു മുൻ മാസത്തെ അപേക്ഷിച്ച് 200% വർദ്ധിച്ചു. ചൈനയുടെ പ്രതിവർഷ കുരുമുളക് ഉപഭോഗം 1 ലക്ഷം ടണ്ണിനടുത്താണ്. എന്നാൽ അവരുടെ മൊത്തം ഉൽപ്പാദനം കേവലം 30,000 ടൺ മാത്രമാണ്. ഒരു മാസത്തിലേറെയായി കർഷകരെ ആശങ്കയിലാക്കി വില കുറഞ്ഞുകൊണ്ടിരുന്ന കുരുമുളകിന് പോയ വാരം കിലോ 7 രൂപ വില കൂടി. വരും ദിവസങ്ങൾ ഉത്സവകാലങ്ങളാണ്. കുരുമുളകിന് വില കൂടുമെന്ന കാര്യത്തിൽ തർക്കമില്ലാതിരിക്കെ കർഷകർ സന്തുഷ്ടരാണ്. ഓൺലൈൻ അവധി വ്യാപാരം നടത്തുന്ന നാഷണൽ കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഓഗസ്റ്റ് അവധി പോയ വാരത്തിലെ 3 ദിവസങ്ങളിലായി 50 രൂപ വില ഉയർത്തിയതും മസാല കമ്പനികളുടെ വാങ്ങലും വില കൂടാൻ സഹായിച്ചു. ഓഗസ്റ്റ് അവധി വ്യാപാരം ക്ലോസ് ചെയ്തു. അവധി വില ഉയർന്നതോടെ കുരുമുളക് വില കുതിച്ചു കയറുമെന്ന പ്രചരണം തുടരുന്നതും പലരും കുരുമുളക് വിൽക്കാതെ പിടിച്ചു വയ്ക്കാൻ തുടങ്ങി. 218 ടൺ കുരുമുളക് വിൽപ്പനയ്ക്ക് എത്തിയതിൽ കൂടുതലും ഇറക്കുമതി മുളകായിരുന്നു. മസാല കമ്പനികൾക്ക് വേണ്ടി അന്തർ സംസ്ഥാന കച്ചവടക്കാർ കുരുമുളക് വാങ്ങുന്നുണ്ട്. ഇടുക്കിയിൽ നിന്ന് സാന്ദ്രതയുള്ള മുളക് കർണാടകയിലെ കച്ചവടക്കാരും അവിടുത്തെ സൊസൈറ്റികളും 1/2 കിലോ 1 കിലോ പാക്കറ്റിലാക്കി മുളക് വാങ്ങുന്നുണ്ട്. സാന്ദ്രത കുറഞ്ഞ ഇറക്കുമതി മുളകിൽ കൂട്ടിക്കലർത്താനാണ് ഇടുക്കി മുളക് വാങ്ങുന്നത്. കൊച്ചിയിൽ കയറ്റുമതിക്ക് സാന്ദ്രത കുറവാണെങ്കിലും മറ്റു ഉൽപ്പാദക രാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് കയറ്റുമതിക്കായി വൻ സമ്മർദ്ദമാണ് ചെലുത്തുന്നത്. ഇവിടുത്തെ ഇറക്കുമതിക്കാർ ഇതിന് പൂർണ്ണ സഹകരണം നൽകിയിരിക്കുകയാണ്. ഇന്ത്യൻ കയറ്റുമതി നിരക്ക് ഒരു ടണ്ണിന് $7,600 നിശ്ചയിച്ചിരിക്കെ ശ്രീലങ്ക $6,400 പറയുന്നുണ്ട്. ഈ നിരക്കിൽ ഇറക്കുമതി നികുതിയും കപ്പൽ കൂലിയും മറ്റ് തൊഴിൽ കൂലികളും ഉൾപ്പെടെ ശ്രീലങ്ക മുളക് ഇന്ത്യയിലെത്തിയാൽ കിലോയ്ക്ക് 700 രൂപ വരെ ലഭിക്കുമെന്നാണ് ഇവിടുത്തെ ഇറക്കുമതിക്കാർ അറിയിച്ചത്. കുറഞ്ഞ നിരക്കിൽ ഓഫർ തുടരുന്നത് വിയറ്റ്നാമാണ്. ഇവരുടെ മുളകും ഇറക്കുമതി നികുതി ലാഭിക്കാൻ ശ്രീലങ്കൻ ഉൽപ്പന്നമെന്ന പേരിൽ ഇന്ത്യയിലെത്തും. $6,200 വിയറ്റ്നാം നിരക്ക്. ഇന്തോനേഷ്യയിൽ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. $6,500 കയറ്റുമതിക്ക് ശ്രമം നടത്തുന്നത്. ബ്രസീലിൽ അടുത്ത മാസം വിളവെടുപ്പാണ്. $6,000 അവർ പറയുന്നത്. ഉത്സവകാല ഡിമാൻഡ് ആകുന്നതോടെ ഇറക്കുമതി വരും. നമ്മുടെ ആഭ്യന്തര ആവശ്യങ്ങൾക്കുള്ള കുരുമുളകിൻ്റെ ഉൽപ്പാദനം വളരെ കുറവാണ്. ഈ സാഹചര്യത്തിൽ കുരുമുളകിൻ്റെ ഇറക്കുമതി അനിവാര്യമാണ്. ഇത് മുതലെടുത്ത് 100 കണക്കിന് ഇറക്കുമതിക്കാർ ഇന്ത്യയിലേക്ക് കുരുമുളക് ഇറക്കുമതി ചെയ്യുന്നത്. മറുവശത്ത് ഒരു തിരി കുരുമുളക് പോലും ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നില്ലെന്നാണ് കയറ്റുമതിക്കാരുടെ പ്രതികരണം. ഇതെല്ലാം നമ്മുടെ കർഷകർക്ക് നഷ്ടക്കച്ചവടത്തിനാണ് സാധ്യത. അവധി വ്യാപാരം ഓൺലൈനിൽ തുടങ്ങിയതുകൊണ്ട് ഞങ്ങൾ 1 രൂപയുടെ നേട്ടം പോലുമില്ലെന്നാണ് വാരാവസാനം കൊച്ചിയിൽ കർഷകർ പറഞ്ഞത്. കയറ്റുമതി ചെയ്യുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ
നാടനാണോ ഇറക്കുമതിയാണോ എന്ന കാര്യത്തിൽ ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ മൗനം പാലിക്കുന്നതിൽ വ്യാപാരികൾ, കർഷകർക്കിടയിൽ പരക്കെ ആക്ഷേപം ഉയർന്നിട്ടുണ്ട്.